ഹലോ, വെൽക്കം ടു ഈസി ക്ലാസ് ബൈ മൂസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ ഫസ്റ്റ് സെമ്മായ BA ഹിസ്റ്ററി ആണ്. ഇത് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ചാപ്റ്റർ 2 ആണ്. ഇനി ബാക്കി പോർഷൻസ് ചാപ്റ്റർ 2 നമുക്ക് നോക്കാം. ഇനി മെഗാലിത്തുകൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ മെഗാലിത്ത് എന്ന് പറഞ്ഞാൽ വലിയ കല്ലുകളാൽ നിർമ്മിച്ച പുരാതനമായ സ്മാരകങ്ങൾ അല്ലെങ്കിൽ നിർമ്മിതികൾക്കാണ് മെഗാലിത്തുകൾ എന്ന് പറഞ്ഞാൽ. ആ പിക്ചർ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, വലിയ കല്ലുകൾക്ക്. ഇവ പുരാതന മനുഷ്യരുടെ സംസ്കാരത്തിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും കാണപ്പെട്ടിരുന്നത്രേ ഈ മെഗാലിത്തുകൾ. മെഗാലിത്തുകൾ എന്ന രണ്ട് ഗ്രീക്ക് വാക്കുകളിൽ നിന്നാണ് ഡെറിവർ ചെയ്തത്. മെഗാ ആൻഡ് ലിത്തോസ്. മെഗാ എന്നാൽ വലുത്, ലിത്തോസ് എന്നാൽ കല്ല് എന്നാണ് അർത്ഥം. അങ്ങനെ മെഗാലിത്ത് എന്നാൽ വലിയ കല്ല് എന്നാണ് സൂചിപ്പിക്കുന്നത്. മെഗാലിത്ത് എന്ന പദം ഉപയോഗിച്ചത് ബ്രിട്ടീഷ് പൗരാണികനായ അൽജർനോൺ ഹെർബർട്ട് ആണ്. പെൻസിലുലാർ ഇന്ത്യയുടെ പൊതുവെയും കേരളത്തെ വിശേഷിച്ചതും ഇരുമ്പ് യുഗം പഠിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭൗതിക തെളിവുകളാണ് അവ എന്നാണ്. 1819 കോളോണിയൻ മലബാറിലെ കോഴിക്കോട് ജില്ലയിൽ ശ്മശാനങ്ങളുടെ ഒരു കൂട്ടം ഉത്ഖനനം ചെയ്തതുകൊണ്ട് ബ്രിട്ടീഷ് പൗരാണികനായ ജെ. ബെബിങ്സൺ ഇന്ത്യയിലെ മെഗാലിത്തുകളെ കുറിച്ചുള്ള പഠനം ആരംഭിച്ചത്. അതായത് ശ്മശാനങ്ങൾക്കൊക്കെ അന്ന് ഉപയോഗിച്ചത് ഈ മെഗാലിത്തുകളായിരുന്നു. അങ്ങനെയാണ് അതൊരു പഠന ആരംഭമായിക്കാണ്ട് ജെ. ബെറ്റിങ്സൺ ഇന്ത്യയിൽ മെഗാലിത്തുകളെ കുറിച്ചുള്ള പഠനം ആരംഭിച്ചതത്രേ. സ്മാരകത്തെ പരാമർശിക്കാൻ അദ്ദേഹം മെഗാലിത്ത് എന്ന പദം ഉപയോഗിച്ചില്ല. പകരം അദ്ദേഹം സ്മാരകത്തെ അതിൻ്റെ പ്രാദേശിക പദമായ പാണ്ഡുപുലിസ് എന്നാൽ പടുകുഴി എന്നതിൽ വിവരിക്കുന്നു. അതുപോലെ മെഗാലിത്തുകളിൽ മൃതശരീരങ്ങളും മരിച്ച വ്യക്തിയുടെ സ്വകാര്യ വസ്തുക്കളും അടക്കിയിരുന്നത്രേ. ദക്ഷിണേന്ത്യയിൽ മെഗാലിത്തിക് കാലഘട്ടത്തിൽ പ്രാഥമിക ശ്മശാനം, അതേപോലെ ദ്വിതീയ ശവസംസ്കാരം എന്നിങ്ങനെ രണ്ട് തരം ശ്മശാന രീതികൾ നിലനിന്നിരുന്നുവത്രേ. പ്രാഥമിക അല്ലെങ്കിൽ വിപുലമായ ശ്മശാനത്തിൽ മരിച്ച വ്യക്തിയുടെ പൂർണ്ണമായ മനുഷ്യ അസ്ഥികൂടം അടങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ മൺപാത്രങ്ങൾ, ലോഹ ഉപകരണങ്ങൾ, വസ്തുക്കൾ, വിലയേറിയ ശില, മുത്തുകൾ തുടങ്ങിയ സ്വകാര്യ വസ്തുക്കൾക്കൊപ്പം സംസ്കരിച്ചിരുന്നു അത്ര. അതും കൂടെ ചേർത്തുകൊണ്ടാണ് ആളെ ആ ശ്മശാനത്തിൽ മൂടിയിരുന്നത് അത്രേ. അത്തരം സംസ്കാരങ്ങൾ തമിഴിലെ ആദിച്ചെല്ലൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നാട് ഇതുവരെ കേരളത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടില്ല. ദ്വിതീയ അല്ലെങ്കിൽ പ്രാഷണൽ ശ്മശാന തരങ്ങളിൽ മരിച്ച വ്യക്തിയുടെ അസ്ഥി ശകലങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഒന്നുകിൽ കേരളത്തിൽ ആദ്യമേ ഉപയോഗിച്ചു പോന്നത് മൃതദേഹങ്ങൾ ഒന്നെങ്കിൽ കുഴിച്ചു മൂടുക അല്ലെങ്കിൽ ദഹിപ്പിക്കുകയാണ് ചെയ്തു പോന്നിരിക്കുന്നത്. കേരളത്തിൽ കൊടക്കൽ, തൊപ്പിക്കൽ, പാറയിൽ വെട്ടിയ ശവകുടീരം, സിസ്റ്റ്, അതേപോലെ ഡോൾമെൻ, സോൺ, സർക്കിൾ, ഊൺ, സാർക്കോഫാഗസ്, മെൻഹിർ തുടങ്ങിയ വിവിധ തരം മെഗാലിത്തുകളാണ് ഉള്ളത്. ആദ്യത്തെ 3 തരം വടക്കൻ മലബാറിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നവയാണ്. BC 1000 മുതൽ CE 500 വരെയുള്ള കാലഘട്ടം കേരളത്തിലെ മെഗാലിത്തുകളുടെ കാലഘട്ടമായി കണക്കാക്കപ്പെടുന്നത്. ഇനി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെഗാലിത്തിനെ നമുക്ക് വിശദീകരിച്ച് പറയാം. ഇനി പറയാൻ പോകുന്ന ടോപ്പിക് മെഗാലിത്തുകളുടെ ടൈപ്പോളജി പറ്റിയാണ്. കേരളത്തിലെ മെഗാലിത്തുകൾ പ്രധാനമായും ലാറ്ററൈറ്റ് കല്ല്, ഗ്രാനൈറ്റ് പാറ, ടെറാക്കോട്ട എന്നിവ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ലാറ്ററൈറ്റിലെ മെഗാലിത്തുകളിൽ കുടക്കല്ല്, ക്യാപ്സ്റ്റോൺ, പാറയിൽ വെട്ടിയ ശവകുടീരം, ശിലാവൃത്തങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. ഈ ടൈപ്പോളജികൾ കേരളത്തിൽ സവിശേഷതയാണ്. പ്രധാനമായും തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നിവ ഉൾപ്പെടെ വടക്കൻ ജില്ലകളിലാണ് ഇത് കൂടുതലായി കണ്ടുവന്നത് കേരളത്തിൽ. ഗ്രാനൈറ്റിലെ മെഗാലിത്തുകളിൽ സിസ്റ്റ്, ഡോർമെൻ, സ്റ്റോൺ, സർക്കിൾ, മെൻഹിർ തുടങ്ങിയവ ഉൾപ്പെടുന്നു. കേരളത്തിൻ്റെ മിക്കവാറും എല്ലാ ഭാഗങ്ങളിലും കാണപ്പെട്ടിരുന്നു. ഉർണും സാർകോഫാഗസും ടെറാക്കോട്ടയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അവയ്ക്ക് ലിഥിക്ക് ബന്ധമില്ല. അതിൻ്റെ വലിപ്പം വളരെ വലുതായതിനാൽ ഇതിനെ മെഗാലിത്ത് എന്ന് വിളിക്കുന്നു.
ഇനി പലതരത്തിലുള്ള മെഗാലിത്തുകൾ നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് വന്നാണ് കൊടക്കൽ. അതായത് കേരളത്തിൻ്റെ തനത് മെഗാലിത്തിക് ടൈപ്പോളജിയായ കൊടക്കല്ലിന് കുടയുടെ ആകൃതിയിൽ നിന്നാണ് ഈ പേര് ലഭിച്ചത്. കുടക്കല്ല് എന്നാണ് അർത്ഥം. അപ്പോൾ കൊടക്കൽ എന്നാണ് നാട്ടുകാർ ഇതിനെ വിളിച്ചിരുന്നത്. ഇത് ഒരു വലിയ ലാറ്ററൈറ്റ് കല്ലുകൾ നിർമ്മിച്ചതാണ്. ഇതിന് രണ്ട് ഭാഗങ്ങളുണ്ട്. അർദ്ധവൃത്താകൃതിയിലോ കുത്തനെയുള്ള ആകൃതിയിലോ മുകൾ ഭാഗത്ത് പരന്ന അടിവശം ഉള്ള ലാറ്ററൈറ്റ് കട്ടയും താഴത്തെ വശത്ത് 3-4 കൽക്കെട്ടുകളും, അതായത് ഒരു വടി പോലെ നിൽക്കുക, മേലെ ഒരു കൂട പോലെ ഒരു കല്ല് വെച്ചിരിക്കുന്ന ആ ഒരു ചിത്രീകരണമാണ് കൊടക്കൽ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയുടെ വടക്ക് ഭാഗത്താണ് ഈ ഇനം കാണപ്പെടുന്നത്. തൃശ്ശൂർ, മലപ്പുറം, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് കുടക്കല്ലുകൾ പ്രധാനമായും വിതരണം ചെയ്യുന്നത്. തൃശ്ശൂർ ജില്ലയിലെ അരിയണ്ണൂരിലും ചേരമങ്ങാട്ടിലും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കൊടക്കല്ലുകളുടെ ഒരു കൂട്ടം സംരക്ഷിക്കുന്നു. ഞാനിവിടെ കൊടക്കല്ലിൻ്റെ ഒരു പിക്ചർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് കാണുമ്പോൾ എങ്ങനെയാണെന്ന് മനസ്സിലാവും. അതായത് ഒരു കുട പോലെയാണ് കാണാൻ. അപ്പോൾ ടൈപ്പ് ഓഫ് മെഗാലിത്തിൽ രണ്ടാമത്തെ ടൈപ്പാണ് തൊപ്പിക്കൽ. തൊപ്പിക്കൽ എന്ന ലാറ്ററൈറ്റ് കല്ല് കൊണ്ട് നിർമ്മിച്ച മറ്റൊരു മെഗാലിത്താണ്. അർദ്ധവൃത്താകൃതിയിലുള്ള ആകൃതിയാണ് അതിനുള്ളത്. പിന്നെ ഉപരിതലത്തിൽ കാണുന്ന ഒരേ ഒരു ഭാഗം തൊപ്പിക്കലാണ്. തലയിൽ തൊപ്പി പോലെ കാണപ്പെടുന്നതിനാൽ നാട്ടുകാർ ഇതിനെ തൊപ്പിക്കൽ എന്ന് വിളിക്കുന്നു. 1819 അതിനെ പാണ്ഡുപുലീസ് എന്ന് വിളിച്ച ജെ ബേബിങ്സൺ കോഴിക്കോട് ജില്ലയിലെ ഫറൂഖിനടുത്തുള്ള ചെറ്റപ്പറമ്പിൽ ഒരു മൂലക്കൽ ഖനനം ചെയ്യുകയും ദക്ഷിണേന്ത്യയിലെ മെഗാലിത്തിക് കാലഘട്ടത്തെക്കുറിച്ചുള്ള പുതിയ കാഴ്ചകൾ കണ്ടെത്തുകയും ചെയ്തു. തൊപ്പിക്കലിൻ്റെ ഒരു കൂട്ടം ചേരമങ്ങാട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സംരക്ഷിച്ചു പോരുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. തൃശ്ശൂർ ചേരമങ്ങാടാണ് ഇപ്പോൾ ഇത് ഉള്ളത് കേട്ടോ. ടൈപ്പ് ഓഫ് മെഗാലിത്തിൽ മൂന്നാമത്തെ ടൈപ്പാണ് റോക്ക് കട്ട് സബ്കൾച്ചർ. ലാറ്ററൈറ്റ് പീഠഭൂമിയിലും കുന്നിലും അതിൻ്റെ ചെരിവിലും കൊത്തിയെടുത്ത ഒരു മെഗാലിത്തിക് സ്മാരകമാണ് റോക്ക് കട്ട് സബ്കൾച്ചർ എന്നത്. രണ്ട് തരത്തിലുള്ള ശവകുടീരങ്ങളുണ്ട്. സിംഗിൾ ചാമ്പറും അതേപോലെ മൾട്ടി ചാമ്പറുകളും. സിംഗിൾ ചാമ്പറിൻ്റെ മുകൾ ഭാഗത്ത് ഒരു കൽത്തൂണും മധ്യഭാഗത്ത് തൂണും കൊണ്ട് പൊതിഞ്ഞ ഒരു ദ്വാരമുണ്ട്. മൾട്ടി ചാമ്പറുകൾ റോക്ക് കട്ട് ശവകുടീരങ്ങൾക്ക് നന്നായി പൂർത്തിയാക്കിയതും അലങ്കരിച്ചതുമായ ചതുരാകൃതിയിലുള്ള അല്ലെങ്കിൽ കമാനാകൃതിയിലുള്ള പ്രവേശന കവാടമുണ്ട്. പ്രവേശന കവാടത്തിന് മുന്നിൽ ഒരു നീണ്ട പാതയുമുണ്ട്. കല്ല് ബെഞ്ചുകൾ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമുകൾ അറയുടെ ഉൾഭാഗത്ത് ചില ഭാഗങ്ങളിലുണ്ട്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ തൃശ്ശൂർ ജില്ലയിലെ പോർക്കളം, കണ്ടാണശ്ശേരി, കാസർഗോഡ് ജില്ലയിലെ ഉമ്മച്ചിപ്പൊയിൽ എന്നിവിടങ്ങളിൽ പാറ മുറിച്ച ഗുഹകൾ ഖനനം ചെയ്തു. തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇത്തരം സ്മാരകങ്ങളുടെ ഒരു വലിയ എണ്ണം. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഏറ്റവും കൂടുതലായിക്കാണ്ട് ഇതേപോലത്തെ സ്മാരകങ്ങൾ കാണപ്പെടുന്നത് കേട്ടോ. ഇനി ടൈപ്പ് ഓഫ് മെഗാലിത്തിലെ നാലാമത്തെ ടൈപ്പാണ് സ്റ്റോൺ സർക്കിൾസ്. അതായത് ദക്ഷിണേന്ത്യൻ മെഗാലിത്തുകളിലെ ഒരു മെഗാലിത്തിക് ശ്മശാന സ്മാരകമാണ് കല്ല് വൃത്തം അല്ലെങ്കിൽ സ്റ്റോൺ സർക്കിൾസ് എന്ന് പറയുന്നത്. ഈ സ്റ്റോൺ സർക്കിൾസ് കേരളത്തിൻ്റെ വടക്കൻ ഭാഗത്തിൻ്റെ പ്രത്യേകതയാണ്. എന്നാൽ കരിങ്കല്ലുകൾ ഉള്ള കല്ല് വൃത്തം കേരളത്തിൻ്റെ മിക്കവാറും എല്ലാ ഭാഗങ്ങളിലും കാണപ്പെടുന്നു. ശ്മശാനങ്ങൾ, പാത്രങ്ങൾ, പാറ മുറിച്ച അറകൾ എന്നിവ സാധാരണയായി സർക്കിളിനുള്ളിൽ കാണപ്പെടുന്നു. ആ സർക്കിളിൻ്റെ ഉള്ളിൽ കാണാൻ വേണ്ടി പറ്റും. അതിൻ്റെ പിക്ചർ ഞാൻ ഇവിടെ കൊടുക്കാം. ഉദാഹരണത്തിന് നടുവിലെ കല്ല് വൃത്തത്തിന് ഉള്ളിൽ പാറ മുറിച്ച അറയും അരക്കരയിലെ ലാറ്ററൈറ്റ് കല്ല് വൃത്തത്തിനുള്ളിൽ കാണപ്പെടുന്നു. പാറക്കഷണങ്ങളും കലങ്ങളും ആ ഒരു സർക്കിളിനുള്ളിൽ കാണപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഈ കാണുന്ന പിക്ചറിൽ ഈ കല്ല് എല്ലാം കൂടി കൂട്ടി ഒരു സർക്കിളാക്കി വെച്ചിരിക്കുന്ന ഇതിനാണ് നമ്മൾ സ്റ്റോൺ സർക്കിൾ എന്ന് പറയുന്നത്. ഇത് പാലക്കാട് നിന്നുള്ളൊരു പിക്ചറാണ് കേട്ടോ. എല്ലാവർക്കും ഇത് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
ഇനി ടൈപ്പ് ഓഫ് മെഗാലിത്തിൽ 5ാമത്തെ ടൈപ്പാണ് സിസ്റ്റ് അപ്പോൾ ശ്മശാനങ്ങൾ എന്ന് പറയുന്നത്. അത് ചതുരാകൃതിയിൽ ലംബമായി സ്ഥാപിച്ച് നിലത്ത് കുഴിച്ചിട്ട 4 ഗ്രാനൈറ്റ് സ്റ്റാമ്പുകൾ കൊണ്ട് നിർമ്മിച്ച സിസ്റ്റം ശ്മശാനങ്ങൾ ദക്ഷിണേന്ത്യൻ മെഗാലിത്തുകളിൽ വളരെ സാധാരണമാണ്. കരിങ്കല്ല് ധാരാളമായി ലഭ്യമാവുന്ന ഉയർന്ന പ്രദേശങ്ങളിലാണ് ഇത്തരത്തിൽ സിസ്റ്റ് ശ്മശാനങ്ങൾ ഉണ്ടാക്കുന്നത്. ഇടുക്കി, വയനാട്, പാലക്കാട് ജില്ലകളിലാണ് സിസ്റ്റ് ശ്മശാനങ്ങൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ കോട്ടയത്തെ കടനാട്ടിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ റിസർച്ചിൽ ഇത്തരം ശ്മശാനങ്ങളിൽ നിന്ന് ധാരാളം ഇരുമ്പ് ഉപകരണങ്ങളും മൺപാത്രങ്ങളും കണ്ടെത്തിയിട്ടുണ്ടത്രേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സിസ്റ്റ് ശ്മശാനത്തെ പറ്റി പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ഡോൾമെൻ എന്താണെന്ന് നോക്കാം. സിസ്റ്റ് ശ്മശാനവുമായി വളരെ സാമ്യമുള്ളതാണ് ഡോൾമെൻസ്. അപ്പോൾ സിസ്റ്റ് ഭൂമിയിൽ കുഴിച്ചിടുകയും ഡോൾമെനുകൾ ഉപരിതലത്തിന് മുകളിൽ സ്ഥാപിക്കുകയും പരന്ന മേൽക്കൂര കൊണ്ട് മൂടുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിനെയാണ് ഡോൾമെൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡി മോർഗന്റെ അഭിപ്രായത്തിൽ നിയോലിത്തിക് കാലത്തെ ആളുകൾ അവരുടെ പ്രധാനമുള്ള വ്യക്തികളെ അടക്കം ചെയ്ത ഒരു ശ്മശാന അറയാണ് ഡോൾമിൻ എന്ന് പറയുന്നത്. അപ്പം അതേപോലെ മൃതശരീരങ്ങളും ശ്മശാന വസ്തുക്കളും അതിൽ അടക്കിയിരുന്നു അത്രേ. കേരളത്തിന്റെ കാര്യത്തിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഭിന്നശേഷിയുള്ള ശ്മശാനങ്ങൾ മാത്രമാണ്. അതായത് ചില പൊട്ടും പൊടലൊക്കെ ഇല്ല ശ്മശാനങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കേരളത്തിൽ. അതുപോലെ സന്യാസിമാർ വസിച്ചിരുന്ന മുറിയായ മുനിയറ എന്നാണ് പ്രദേശവാസികൾ ഈ ഇനത്തെ വിളിച്ചിരുന്നത് ഡോൾമിൻ കേട്ടോ. അപ്പോൾ ഇതൊരു മിഥ്യ മാത്രമാണ്. ഇതിന് ചരിത്രപരമായ പ്രാധാന്യമില്ല. കേരളത്തിലെ തൃശ്ശൂർ, പാലക്കാട്, ഇടുക്കി, വയനാട് ജില്ലകളിലെ ഗ്രാനൈറ്റ് ഉയർന്ന പ്രദേശങ്ങളിലാണ് ഈ ഇനം കൂടുതലായി കാണപ്പെടുന്നത്. ഇടുക്കി ജില്ലയിലെ മറയൂർ കേരളത്തിലെ പ്രധാന ഡോൾമെൻ സൈറ്റുകളിലൊന്നാണ്. വയനാട്ടിലെ എടക്കൽ ഗുഹയുടെ പരിസരത്ത് നിരവധി സ്ഥലങ്ങൾ ഈ ഡോൾമിൻ കാണപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്ര കാര്യങ്ങൾ ഡോൾമിനെ പറ്റി പറയാനുള്ളത്. ഇനി നമുക്ക് മെൻഹിർസ് എന്തൊക്കെ നോക്കാം. അതായത് ദക്ഷിണേന്ത്യയിൽ ഉടനീളം കാണപ്പെടുന്ന മറ്റൊരു സ്മാരകമാണ് നടുക്കൽ, പുലച്ചിക്കൽ, ഒറ്റക്കൽ എന്നിങ്ങനെ അറിയപ്പെടുന്ന മെൻഹിർ. യുദ്ധകളത്തിൽ വീരമൃത്യു വരിച്ച യോദ്ധാക്കളുടെയും വീരന്മാരുടെയും സ്മരണക്കായി ലംബമായി സ്ഥാപിച്ചിരുന്ന ഒരു വലിയ കഷ്ണമാണിത് മെൻഹിർ എന്ന് പറയുന്നത്. അവയിൽ ചിലത് യുദ്ധ പോരാളികളുടെ ചിത്രങ്ങൾ അടങ്ങിയിരിക്കുന്നു. മറ്റു ചിലതിൽ അങ്ങനെയില്ല. കേരളത്തിൽ ഗ്രാനൈറ്റ്, ലാറ്ററൈറ്റ്, മെൻഹിറുകൾ എന്നിവ കണ്ടെത്തി. അതുകൂടാതെ മലപ്പുറം ജില്ലയിലെ തിരുനാവായയിൽ നിന്ന് ഒരു വലിയ ലാറ്ററൈറ്റ് മെൻഹിർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് മെൻഹിറിനെ പറ്റി പറയാനുള്ളത്. ഇനി ഉറും ശ്മശാനം എന്താണ് എന്ന് നോക്കാം. അതായത് ദക്ഷിണേന്ത്യയിൽ ഉടനീളം കാണപ്പെടുന്ന സാധാരണ മെഗാലിത്തിക് ശ്മശാന രൂപമാണ് ഉറുൺസ്. അപ്പോൾ കട്ടിയുള്ള വരയും കൂർത്ത കാൽവിരലും ഉള്ള കൈകൊണ്ട് നിർമ്മിച്ചതും മോശം പിൻബലമുള്ളതുമായ കൂറ്റൻ ടെറാക്കോട്ട പാത്രമാണിത്. ഒരു കുഴിയിലും പാത്രത്തിനകത്തും കുഴിച്ചിട്ടു മെഗാലിത്തിക് നിർമ്മാതാക്കൾ മണലോ മണ്ണോ നിറക്കുകയും എല്ലാ ശ്മശാന സാമഗ്രികളും ഈ മണ്ണിലോ മണലിലോ മുകളിൽ സ്ഥാപിക്കുകയും ചെയ്തു. അണക്കരയിൽ കുഴിച്ചെടുത്ത ഉരുളുകളിൽ ഇത്തരത്തിലുള്ള മണൽത്തട്ടിലുണ്ടായിരുന്നു. പലപ്പോഴും ടെറാക്കോട്ട അല്ലെങ്കിൽ കല്ല് കൊണ്ട് നിർമ്മിച്ച ഒരു ലിഡ് കൊണ്ട് മൂടിയിരുന്നു. ഇത് ഒറ്റക്കോ ക്ലസ്റ്ററുകളായോ സിസ്റ്റ്, ഡോർമെൻ, സ്റ്റോൺ സർക്കിൾ, ക്യാപ്സോൺ തുടങ്ങിയ മറ്റ് ശ്മശാനങ്ങളുടെ ഭാഗമായി നിൽക്കുന്നു. നന്നങ്ങാടി, അഞ്ചനാടിക്കുടം, പിന്നെ മുത്തുമാക്കത്തായി എന്നിങ്ങനെ വ്യത്യസ്ത പേരുകളിൽ നാട്ടുകാർ അങ്ങനെ വിളിച്ചിരുന്നത്രേ. ഇനി 9ാമത്തെ മെഗാലിത്തിക്സ് ആണ് സർക്കോഫാഗസ്. അതായത് മറ്റൊരു ശ്മശാന ഇനമായ സർക്കോഫാഗസ് ഒരു ടെറാക്കോട്ട ശവപ്പെട്ടിയാണ്. ഇത് ഒറ്റക്കും അപ്പം ഡോർമെൻ, സിസ്റ്റ്, അപ്പം റോക്ക് കട്ട് ചാമ്പറുകൾ എന്നിവയുമായി സഹകരിച്ചും കാണപ്പെടുന്നു. അപ്പോൾ ഈ ഇനം കേരളത്തിലെ മെഗാലിത്തുകളിൽ വളരെ സാധാരണമെങ്കിലും തമിഴ്നാട്ടിലാണ് കൂടുതലായി കാണപ്പെടുന്നത്. തൃശ്ശൂരിലെ പെരുങ്കുളം, പിന്നെ അതേപോലെ കാട്ടൻകാബൽ എന്നിവിടങ്ങളിൽ നിന്ന്, പിന്നെ അതേപോലെ കോഴിക്കോട് ജില്ലയിലെ ഫറൂഖ്, ചെവായൂർ, കൊയിലാണ്ടി എന്നിവിടങ്ങളിൽ നിന്നും ഫർക്കോസുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെഗാലിത്തിനെ പറ്റി പറയാനുള്ളത്. ഇനി നമുക്ക് ബാക്കി പോർഷൻസ് അടുത്ത വീഡിയോസിൽ നോക്കാം.